4. അമ്പലപ്പുഴ മഹാക്ഷേത്രം ഐതിഹ്യങ്ങളും ചരിത്രവും. ആത്മീയതയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കൃതിയുടെ നിത്യസ്മാരകമായി കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ച് ചൈതന്യലോപമേൽക്കാതെ നിലകൊള്ളുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നത് എന്തുകൊണ്ട്? പൗരാണികതയും ആത്മീയതയും ഇഴുകിച്ചേർന്ന പാരമ്പര്യവും കലയും ചരിത്രവും ഐതിഹ്യങ്ങളും എല്ലാം കൂടി ചേർന്നപ്പോൾ നമ്മുടെ സങ്കല്പങ്ങൾക്കപ്പുറത്തേക്ക് ദക്ഷിണദ്വാരക എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അമ്പലപ്പുഴ ക്ഷേത്രപ്പെരുമ എത്തി നിൽക്കുന്നു. ഒരിക്കൽ ഇവിടെ എത്തി ദർശനം നടത്തി മടങ്ങുന്നവർ വീണ്ടും വീണ്ടും അമ്പലപ്പുഴയിലെത്തി ഭഗവാനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. ഭക്തർ സങ്കല്പിക്കുന്ന രൂപത്തിലും ഭാവത്തിലും ദർശനം നൽകിക്കൊണ്ട് നിൽക്കുന്ന കപടഗോപാലൻ ഏവരിലും അനുഗ്രഹം ചൊരിയാൻ സന്നദ്ധനായി നിലകൊള്ളുന്നു. ക്ഷേത്ര ഗരിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ചെമ്പകശ്ശേരി ദേശത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളുടെ ഗതിവിഗതികളിൽ ഈ ക്ഷേത്രവും ഇവിടുത്തെ ആചാരങ്ങളും ഉത്സവങ്ങളും നിർണായകമായി തീർന്നിരിക്കുന്നു. അവ എന്തൊക്കെയാണെന്നുള്ള ഒരു ഏകദേശ രൂപം നൽകുകയാണ് ഈ അധ്യായത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. തുടക്കം മുതൽ തന്നെ ഒരു മഹാക്ഷേത്രമെന്ന സ്ഥാനവും രാജകീയ ദേവാലയമെന്ന പദവിയും അമ്പലപ്പുഴ ക്ഷേത്രത്തിനുണ്ടായിരുന്നു. ഒരു മഹാക്ഷേത്രത്തിന് വേണ്ട 10 അടിസ്ഥാന ലക്ഷണങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്. 1. പൗരാണികത, പുരാണങ്ങളിൽ പരാമർശിക്കപ്പെടുക. 2. ക്ഷേത്ര സംബന്ധിയായ രേഖകളുടെ ശേഖരം, താളിയോലകൾ, ചെമ്പ് പട്ടയങ്ങൾ, ശിലാലിഖിതങ്ങൾ എന്നിവയുടെ ലഭ്യത. 3. രാജകീയ ബന്ധം. 4. കാടിനുള്ളിലുള്ള ഉത്ഭവം. 5. സമുദ്രവുമായുള്ള സാമീപ്യം. 6. ഭൂമിശാസ്ത്രപരമായി ചുറ്റുപാടുകളേക്കാൾ ഉയർന്ന സ്ഥാനം. 7. ചരിത്രപരമായ പ്രാധാന്യം. 8. പ്രാചീന സാഹിത്യത്തിലെ പരാമർശം. 9. ശില്പകലാ വൈദഗ്ധ്യത്തോടെയുള്ള നിർമ്മിതികൾ. 10. ഉത്സവാഘോഷങ്ങളുടെ ഗാംഭീര്യം എന്നിവയാണ് പ്രസ്തുത ലക്ഷണങ്ങൾ. മേൽ സൂചിപ്പിച്ച ലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ ക്ഷേത്രങ്ങൾ വളരെ വിരളമാണ്. ഇവയിൽ അധികം ലക്ഷണങ്ങളും അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ബാധകമാണ്. പഴയ തിരുവിതാംകൂർ പ്രദേശത്ത് 7 മഹാക്ഷേത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം, വൈക്കം മഹാദേവ ക്ഷേത്രം, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, ശുചീന്ദ്രം കന്യാകുമാരി എന്നിവയാണ് അവ. കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ഇവിടുത്തെ മഹാക്ഷേത്രങ്ങളുടെ എണ്ണം 5 മഹാക്ഷേത്രങ്ങളിൽ നിത്യവും 5 പൂജയും നവകാഭിഷേകവും നിഷ്കർഷിച്ചിരിക്കുന്നു. ഉഷപൂജ, എതിർത്തുപൂജ, പന്തീരടി പൂജ, ഉച്ചപൂജ, അത്താഴപൂജ എന്നിവയാണ് ആ 5 പൂജകൾ. ക്ഷേത്ര ഐതിഹ്യം. ഭാഗവതോത്തമനും തപശക്തി കൊണ്ട് ഭഗവാനെ പുറംകണ്ണുകളാൽ കാണാൻ കഴിയുന്ന ദിവ്യാത്മാവുമായിരുന്ന വില്വമംഗലം സ്വാമിയാർ ചെമ്പകശ്ശേരി രാജാവിനെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശിച്ച് ആതിഥ്യം സ്വീകരിച്ച് ആധ്യാത്മിക പ്രചോദനങ്ങൾ നൽകുമായിരുന്നു. ഒരിക്കൽ രാജാവും സ്വാമിയാരും കൂടി അമ്പലപ്പുഴ തോട്ടിലൂടെ സഞ്ചരിക്കുന്ന അവസരത്തിൽ പെട്ടെന്ന് എന്തോ കണ്ട് സ്തംഭിച്ചതുപോലെ വള്ളം കരയ്ക്കടുപ്പിക്കാൻ സ്വാമിയാർ ആവശ്യപ്പെട്ടു. അദ്ദേഹം കരയ്ക്കിറങ്ങി ഇപ്പോൾ ക്ഷേത്രത്തിലെ ഗണപതി ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് നിൽക്കുന്ന ആലിൻ കൊമ്പിലേക്ക് നോക്കി നിർനിമേഷം തൊഴുതു നിൽക്കുന്ന കാഴ്ചയാണ് രാജാവ് കണ്ടത്. തുടർന്ന് സ്വാമിയാർ ഈ അശ്വത്ഥ വൃക്ഷത്തെ വലം വയ്ക്കുന്നതും കാണാനിടയായ രാജാവും പള്ളിയോടത്തിൽ നിന്നിറങ്ങി സ്വാമിയാരുടെ അടുത്തെത്തുകയും എന്താണ് സംഭവിക്കുന്നതെന്ന് ആരായുകയും ചെയ്തു.
സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവ് വേണുഗോപാലൻ്റെ രൂപത്തിൽ ഈ ആലിൻ കൊമ്പത്തിരുന്ന് ഓടക്കുഴൽ വായിക്കുന്നത് കണ്ടതിനാലാണ് താൻ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയത് എന്നും ഭഗവാനെ കാണാൻ സാധിച്ചുവെന്നും സ്വാമിയാർ രാജാവിനോട് മറുപടിയായി പറഞ്ഞു. കൂടാതെ ആ സ്ഥലത്ത് ഗോശാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയോടെയുള്ള ഒരു ക്ഷേത്രം സ്ഥാപിച്ചാൽ നാടിനും രാജാവിനും അഭിവൃദ്ധി ഉണ്ടാകുമെന്നും സ്വാമിയാർ രാജാവിനോട് പറഞ്ഞു. വില്ലുമംഗലത്തിൻ്റെ നിർദ്ദേശം ശിരസാവഹിച്ച രാജാവ് ക്ഷേത്ര നിർമ്മാണത്തിനും വിഗ്രഹപ്രതിഷ്ഠയ്ക്കുമുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. ക്ഷേത്ര സ്ഥാപനത്തെപ്പറ്റി ആലോചിച്ചപ്പോൾ ഈ സ്ഥലം നാട്ടിലെ പ്രധാന ഈഴവ കുടുംബമായ അമ്പനാട് കുടുംബം വകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. ദേവനാരായണൻ അമ്പനാട്ട് കുടുംബത്തിലെ കാരണവരെ വിളിച്ചു വരുത്തി ക്ഷേത്ര നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടു. സ്വന്തം സ്ഥലത്ത് ക്ഷേത്രം വരുന്നത് ഈശ്വരാനുഗ്രഹമായി കണ്ട അമ്പനാട്ട് കുടുംബത്തിലെ കാരണവർ സ്ഥലം സസന്തോഷം വിട്ടു നൽകുകയാണ് ഉണ്ടായത്. ഇതിന് പകരമായി രാജാവ് കട്ടക്കുഴി ഭാഗത്ത് ധാരാളം സ്ഥലം അമ്പനാട് കുടുംബത്തിന് വിട്ടു നൽകുകയും ക്ഷേത്രത്തിൽ ചില അവകാശങ്ങൾ കൽപ്പിച്ചു നൽകുകയും ചെയ്തു. ക്ഷേത്ര നിർമ്മാണത്തിന് ശേഷം പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. പൂജാമണ്ഡപത്തിലേക്ക് വിഗ്രഹം എത്തിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന മഹാമാന്ത്രികൻ പുതുമന നമ്പൂതിരി ഈ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ല എന്ന് സദസ്സിനെ അറിയിച്ചു. രാജപുരോഹിതനായിരുന്ന കടിയക്കോൽ തിരുമേനി ഈ വിഗ്രഹം യഥാവിധി കണ്ടെത്തിയ ശിലയിൽ നിർമ്മിച്ചതാണെന്നും നിർമ്മാണവേളയിൽ ശില്പി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള വ്രതമെല്ലാം അനുഷ്ഠിച്ചിരുന്നുവെന്നും വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് യോഗ്യമാണെന്നും പറഞ്ഞു. മറിച്ച് തെളിയിച്ചാൽ ഈ ക്ഷേത്രത്തിലെ പകുതി തന്ത്രം വിട്ടു നൽകാമെന്നും പറഞ്ഞ് കടിയക്കോൽ പുതുമനയെ വെല്ലുവിളിക്കുകയും ചെയ്തു. ഇത് കേൾക്കേണ്ട താമസം പുതുമന അവിടെ ഉണ്ടായിരുന്ന പൂജാപാത്രങ്ങളിലെ കിണ്ടിയുടെ മാടുകൊണ്ട് വിഗ്രഹത്തിൻ്റെ വയറുഭാഗത്ത് ഒരു തട്ടുകൊടുത്തു. ഒരു കുമിള പൊട്ടുന്നതുപോലെ ആ ഭാഗം പൊട്ടിപ്പോകുകയും പൊട്ടിയുണ്ടായ ചുഴിയിൽ നിന്ന് ഒരു തവളക്കുഞ്ഞ് പുറത്തേക്ക് ചാടുകയും ചുഴിയിൽ നിന്ന് കുറച്ച് വെള്ളം പുറത്തു വരികയും ചെയ്തു. അതോടെ പ്രതിഷ്ഠ മുടങ്ങി. അന്നു മുതൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ താന്ത്രിക അവകാശങ്ങളുടെ പകുതി കടിയക്കോൽ പുതുമനയ്ക്ക് നൽകുകയും ചെയ്തു. നിശ്ചയിച്ചുറപ്പിച്ച ചടങ്ങ് മുടങ്ങിയതിൽ ദുഃഖിതനായ രാജാവ് ജ്യോതിഷ പണ്ഡിതന്മാരുടെയും വില്ലുമംഗലം സ്വാമിയാരുടെയും ഉപദേശം തേടി. ആശങ്കപ്പെടേണ്ടതില്ലെന്നും ദൈവാധീന കുറവുകളൊന്നും കാണുന്നില്ലെന്നും പ്രതിഷ്ഠാ ചടങ്ങുകൾ കൃത്യസമയത്ത് നടത്താൻ സാധിക്കുമെന്നും ജ്യോതിഷ പണ്ഡിതർ ഉറപ്പ് നൽകി. വില്ലുമംഗലമാകട്ടെ സന്താനഗോപാല കഥാസംഭവത്തിന് ശേഷം ഭഗവാൻ സ്വയം പണിയിപ്പിച്ച 3 വിഗ്രഹങ്ങൾ അർജുനനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അവയിൽ 2 ഗുരുവായൂരിലും തൃപ്പൂണിത്തുറയിലുമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്നും 3ാമത്തെ വിഗ്രഹം കുറിച്ചി ക്ഷേത്രത്തിലേതാണെന്നും ആ വിഗ്രഹം കിട്ടുന്ന പക്ഷം ഏറ്റവും ശുഭകരമായിരിക്കുമെന്നും അറിയിച്ചു. പുതിയ ഒരു വിഗ്രഹം പണിയിച്ചെടുക്കാൻ ശ്രമിച്ചാൽ മുഹൂർത്തം മറ്റൊരു ദിവസത്തേക്ക് മാറ്റേണ്ടി വരും എന്നതിനാൽ മന്ത്രിമാരുമായി രാജാവ് ചർച്ച ചെയ്തപ്പോൾ കുറിച്ചിയിലെ വിഗ്രഹം പ്രതിഷ്ഠയ്ക്കായി നിശ്ചയിക്കപ്പെട്ട മുഹൂർത്തത്തിന് മുൻപായി ലഭിക്കുന്ന പക്ഷം പ്രതിഷ്ഠ നടത്താമെന്ന് കണ്ടെത്തി. അമ്പലപ്പുഴയിലേക്ക് വേണ്ടി വിഗ്രഹാന്വേഷണത്തിനിറങ്ങിയ ഒരാൾ കുറിച്ചിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കരിങ്കുളം എന്ന ക്ഷേത്രത്തിലെത്തുകയും അവിടുത്തെ വിഗ്രഹം പാർത്ഥസാരഥി സങ്കല്പത്തിലുള്ള കൃഷ്ണനാണെന്നും നേരത്തെ പണിയിച്ചിരുന്ന വിഗ്രഹത്തിൻ്റെയൊക്കെ വലിപ്പം ഉണ്ടെന്നും രാജാവിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് രാജാവ് ക്ഷേത്ര നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന മന്ത്രി പാറയിൽ മേനോനെ കുറിച്ചിക്ക് വിട്ടു. പാറയിൽ മേനോൻ കുറിച്ചിയിലെത്തി വിവരങ്ങൾ അന്വേഷിച്ചതിൽ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ വലിയ മഠത്തിൽ പണിക്കരാണെന്നും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം കുറവാണെന്നും നിത്യ നിദാന ചിലവുകൾ തന്നെ കണ്ടെത്താൻ പ്രയാസമായ അവസ്ഥയിലാണ് എന്നും അറിയാൻ കഴിഞ്ഞു. പിന്നെ കൂടുതലായി ഒന്നും ആലോചിക്കാതെ ക്ഷേത്ര ഊരാളൻ വലിയ മഠത്തിൽ പണിക്കരെ കണ്ട്
അമ്പലപ്പുഴയിൽ വില്ലുമംഗലത്തിനുണ്ടായ ദർശനത്തിൻ്റെ കാര്യവും അതനുസരിച്ച് പണിത ക്ഷേത്രത്തെപ്പറ്റിയും പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് വിഘ്നം വന്ന കാര്യങ്ങളെപ്പറ്റിയുമെല്ലാം വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. ഇവിടുത്തെ വിഗ്രഹം ഞങ്ങൾക്ക് തന്നുവിടുകയോ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുകയോ ചെയ്യുക അല്ലാതെ മറ്റ് മാർഗമൊന്നും ഇല്ലെന്ന് പണിക്കരെ ബോധ്യപ്പെടുത്തി. വിഗ്രഹം വിട്ടുതന്നാൽ തക്കതായ സ്ഥാനമാനങ്ങൾ നൽകുവാൻ രാജാവ് തയ്യാറാണെന്നും ബോധ്യപ്പെടുത്തി. പാറയിൽ മേനോൻ പണിക്കരെ വിശ്വാസത്തിൽ എടുത്തു. തെക്കും കൂറുമായി യുദ്ധം ചെയ്ത് വിഗ്രഹം കൈക്കലാക്കുന്നത് ശക്തമായ നാവികപ്പടയുടെയും കാലാൾ പടയുടെയും പിൻബലമുണ്ടായിരുന്ന ചെമ്പകശ്ശേരിക്ക് അനായാസമായിരുന്നു. പക്ഷേ ഒരു യുദ്ധമാവുമ്പോൾ എത്ര കാലം കൊണ്ട് അവസാനിക്കുമെന്ന് മുൻകൂട്ടി ആർക്കും നിർണയിക്കാനാവില്ലല്ലോ. മുൻ നിശ്ചയിച്ച പ്രതിഷ്ഠാ മുഹൂർത്തത്തിന് മുൻപ് വിഗ്രഹം കൈവശപ്പെടുത്തി അമ്പലപ്പുഴയിൽ എത്തിക്കാനുള്ള സാധ്യതയും വിരളമാണ്. ചെമ്പകശ്ശേരിയുടെ സന്നിഗ്ധ ഘട്ടത്തിൽ വിഗ്രഹം വിട്ടു നൽകാമെന്ന് വലിയ മഠത്തിൽ പണിക്കർ സമ്മതിക്കുകയാണ് ഉണ്ടായത്. മിഥുനമാസത്തിലെ തൃക്കേട്ട ദിവസം സന്ധ്യയ്ക്ക് സർവ സന്നാഹങ്ങളോടെയും പുറക്കാട് ചെമ്പകശ്ശേരി അരയൻ അറുമുഖൻ ആണ്ടി അരയൻ്റെ നേതൃത്വത്തിലുള്ള നാവികപ്പടയുടെ അകമ്പടിയോടെ ചെമ്പകശ്ശേരി സംഘം കുറിച്ചിയിലെത്തി. അത്താഴപൂജ കഴിഞ്ഞ ഉടൻ തന്നെ വലിയ മഠത്തിൽ പണിക്കരെയും കുടുംബാംഗങ്ങളെയും അവരുടെ ജംഗമ വസ്തുക്കളോടൊപ്പം വഞ്ചികളിൽ കയറ്റി ദ്രുതവേഗത്തിൽ ആകാശത്തമ്പിളിയെ സാക്ഷിയാക്കി വള്ളത്തിൽ കൊളുത്തിവെച്ച പന്തങ്ങളുടെ വെളിച്ചത്തിൽ പാർത്ഥസാരഥി വിഗ്രഹവുമായി അമ്പലപ്പുഴയ്ക്ക് പുറപ്പെട്ടു. അതിവേഗത്തിൽ വള്ളങ്ങൾ തുഴഞ്ഞതും മറ്റും കാവാലം കുന്നങ്കേരിയിലെ മോഴച്ചേരി കുടുംബത്തിലെ കായികാഭ്യാസികളാണ്. നാടകശാല സദ്യയ്ക്ക് കുട്ട നൽകുന്ന ആഞ്ഞിലിക്കാവ് വേലായുധൻ്റെ ഭാര്യാഗൃഹമാണ് മോഴച്ചേരി. പിറ്റേ ദിവസം ചമ്പക്കുളത്തിറക്കി ഉഷപൂജയും മറ്റും നടത്തിയ ശേഷം വിഗ്രഹവുമായി സുരക്ഷിതമായി എത്തിയ വിവരം രാജാവിനെ അറിയിച്ചു. വാർത്ത അറിഞ്ഞയുടൻ സന്തോഷാതിരേകത്താൽ രാജാവ് ചമ്പക്കുളം മഠം ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കൺകുളിർക്കെ തൊഴുതു. മൂലക്കാഴ്ചയെന്ന് പറയപ്പെടുന്നത് ചമ്പക്കുളത്ത് വെച്ച് നടന്ന രാജാവിൻ്റെ ആദ്യ ദർശനമാണ്. വൈകുന്നേരം ജലഘോഷയാത്രയോടെ വിഗ്രഹം അമ്പലപ്പുഴയിൽ എത്തിച്ചു. ഈ ജലഘോഷയാത്രയുടെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ചമ്പക്കുളത്താറ്റിൽ ജലമേളയും മത്സരവള്ളം കളിയും നടക്കുന്നത്. പൂരാടം ഉത്രാടം ദിനങ്ങളിലായി പ്രതിഷ്ഠാ സംബന്ധമായ മറ്റ് ചടങ്ങുകൾക്ക് ശേഷം കൊല്ലവർഷം 789 പൊതുവർഷം 1614 AD ജൂലൈ 13 മിഥുനമാസത്തിലെ തിരുവോണ ദിനത്തിൽ മുൻ നിശ്ചയം പോലെ തന്നെ വിഗ്രഹപ്രതിഷ്ഠ നടന്നു. ഉപദേവതകൾ. നാലമ്പലത്തിനുള്ളിൽ മുളയറ ഭഗവതിയുടെയും പ്രദക്ഷിണ വഴിയിൽ ശിവന്റെയും ഗണപതിയുടെയും ഉപക്ഷേത്രങ്ങളാണ് ഉള്ളത്. ഗുരുവായൂരപ്പൻ്റെ അമ്പലപ്പുഴ വാസത്തിനിടയിൽ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരുന്ന ശ്രീകോവിൽ ഇന്ന് ഒരു ഉപകോവിലിൻ്റെ പ്രാധാന്യത്തോടെ തന്നെ പരിലസിക്കുന്നു.